ഇത് ഈ അഭിചാരാദി ക്രിയകൾ വേദത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നല്ലേ ഇപ്പൊ ചോദ്യം. ഒന്നാമത് ചോദ്യം നിങ്ങൾ ചോദിച്ചത് ഫസ്റ്റ് ഈ വേദമൂലമായിട്ട് വന്നതല്ല, കംപ്ലീറ്റ് വേദത്തിന് അടുത്തടുത്ത ശാസ്ത്രങ്ങൾ വരണ്ടല്ലേ, അതിൽ നിന്നാണ് അഭിചാരാദി കർമ്മങ്ങളെല്ലാം ഇപ്പോൾ ഉള്ളത്. മൂലമായിട്ടുള്ളത് വേദമാണ്. ഇദ്ദേഹം പറഞ്ഞ രീതിയിൽ വേദത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. വേദത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്രയോ ലൗകികമായ ഫലങ്ങൾ ആഗ്രഹമുണ്ട്, ഇച്ഛമുണ്ട്. അത് കിട്ടാൻ ലൗകിക ഉപായമാണ് നമ്മൾ ആദ്യം നോക്കും. ഇങ്ങനെ ചെയ്ത് ഇത് കിട്ടുമോ. ലൗകിക ഉപായത്തിൽ നിന്ന് ഒരു ഫലം കിട്ടാത്ത സ്ഥിതിയിലാണ് എന്ത് ചെയ്യാമെന്ന് വിഷമിക്കുമ്പോൾ അപ്പോൾ വേദം ഞാനൊരു ഉപായം പറയാം, ഈ മന്ത്രം പറഞ്ഞുള്ളൂ, ഈ കർമ്മ ചെയ്തുള്ളൂ എന്ന് പറയും. അപ്പോൾ വേദത്തിൻ്റെ ഉദ്ദേശ്യം എന്തെന്ന് വെച്ചാൽ ലൗകിക ഉപായം നമുക്ക് ഒരു ഫലകരമാകുന്നില്ല എന്ന ഒരു സ്ഥിതിയിൽ വേദം അലൗകികമായ ഒരു ഉപായം, ഒരു മന്ത്രം, ഒരു ദേവത എന്ന അലൗകികമായ ഉപായം പറഞ്ഞു കൊടുക്കുന്നതാണ്. അതേ രീതിയിലാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് അധർമ്മത്തിൽ അഭിചാരം. ഇത് എന്തിനു വേണ്ടി വെച്ചാൽ ലോകാശ്വാസിക്കുന്ന ബന്ധമുണ്ട്. ഇപ്പം ഇങ്ങനെ ഈ വേദം പറഞ്ഞ ഉപായം ചെയ്തു നോക്കുമ്പോൾ ഒരാളിന് വേദത്തിൽ ശ്രദ്ധ ഉണ്ടാവും. ഇപ്പോൾ ഒരാൾ ശത്രുവധ കാമ, ശത്രുവധ ആഗ്രഹിക്കുന്നു, ലൗകിക ഉപായം കൊണ്ട് അവർക്ക് സാധിക്കാൻ പറ്റില്ല. അവൻ ഈ വേദമന്ത്രങ്ങൾ നോക്കും. അപ്പോൾ ഇതുകൊണ്ട് ശത്രുവധം സാധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വേദത്തിൽ ഒരു വിശ്വാസമുണ്ട്. അപ്പം നമുക്ക് മറ്റേത് നോക്കാമോ, ഇത് കിട്ടിയില്ലേ, അപ്പം മറ്റേത് നോക്കാം, നമുക്ക് സ്വർഗഫലം നോക്കാം, മോക്ഷഫലം നോക്കാം, യാഗവും നോക്കാം എന്ന് വേദത്തിൽ ഒരു പ്രാമാണ്യം, ഒരു വിശ്വാസത്തിന് ഇത് ഉണ്ടാക്കും. അതിനു വേണ്ടിയാണ് അത് എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഷഠചിത്ത ശാസ്ത്ര അസതോ വിചാര ശ്രുതി. ഷഠചിത്തന്മാരെ ഈ ശാസ്ത്രത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ അഭിചാര ശ്രുതി എല്ലാം വന്നത് എന്നാണ് പറഞ്ഞത്. വളരെ സന്തോഷം. വളരെ വിജ്ഞാനപ്രദമാണ്.